വൈറൽ കോൺട്രിപ്സ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്കിത് നിർത്താനേ പറ്റുന്നില്ല, അത്രയ്ക്കും കിടുവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ആവിക്ക് വേവിച്ചെടുക്കാം. ആവിക്ക് വേവിച്ചെടുത്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ആദ്യം സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം തിന്നാക്കണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നല്ല അടുത്ത് പോയി നിൽക്കരുത്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഇത് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഇതുപോലെ അങ്ങ് കഴിക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുടഞ്ഞു കൊടുക്കാം. ചാറ്റ് മസാല മസ്റ്റായിട്ടും ചേർക്കണേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വല്ലാണ്ട് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ കോൺ റിബ്സ് റെഡി. ഇനി ഇതിൻ്റെ കൂടെ ഒരു സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. ഇത് നമുക്ക് മയണൈസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസാട്ടോ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്